പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കുക, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ രോഗശാന്തി പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് മക്കളുടെ മനസ്സിൽ ശക്തമായ രീതിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കും, മനസ്സിലും വിശ്വാസപ്രമാണം ചെല്ലുകയോ മക്കൾ സ്തുതിക്കുകയോ ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ കൈകൾ രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവ് അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ കരുണ അടിപ്പണ പോലെ വൈതാക്കാന്ന് പോലെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത്തിക്കരം കർത്താവ് അങ്ങയുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ആന്തരിക രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, മുഴ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സിസ്റ്റ് കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈശോ, മക്കളില്ലാത്തവരെ, വിവാഹ ജീവിതത്തിൽ കർത്താവ് തടസ്സം നേരിടുന്നവരെ, തമ്മിൽ പിരിഞ്ഞിരിക്കുന്നവർ, ഐക്യപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, സാമ്പത്തികമായ കടങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നാട്ടിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ തൊഴിൽ മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഓരോരോ വിഷയങ്ങൾക്ക് അസമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരെ, അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരെ, ആശുപത്രി കിടക്കുന്നവരെ, ഓപ്പറേഷൻ നേരിടുന്നവരെ, സ്ഥലം ഉദ്ദേശിക്കുന്നവരെ, വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ, എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ എൻ്റെ മക്കളെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങള്, ഓരോ ദോഷങ്ങള്, ഓരോ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും തീക്ഷ്ണമായി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിതീക്ഷ്ണമായി ഈ നിമിഷം മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേലെ എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കൈകൾ കൂപ്പി കണ്ണടച്ച് തീക്ഷ്ണമായി പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ.                                                                                           '് 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 '
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ചില ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അവർക്ക് വിശ്വാസത്തിൻ്റെ അത് ചലിപ്പുണ്ടാകത്തില്ല. വെള്ളം ചേർക്കാത്ത വിശ്വാസമാണ് ഇതിനകത്ത് വരുന്നത്. അവർ എന്നോട് പറയണത്, അവർ പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ടോയ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം, ഞാൻ 7-ാം തീയതി ഫിക്സ് ചെയ്ത് കർത്താവിനൊരു ഡേറ്റ് ഇട്ട് കൊടുത്ത്, കർത്താവിന് എന്താണ് ഇത് പറഞ്ഞ്, എനിക്ക് ഇസ്രയേലിനൊരു കോൾ ഫോർ വേണം, അന്വേഷണം വേണം എന്ന്, 7-ാം തീയതി വേണമെന്ന്. അപ്പോൾ ഇവൻ 7-ാം തീയതി 10 മണിക്ക് നോക്കി, ഇല്ല ആരും വരണില്ല, ഇസ്രയേൽ ആരും ഇല്ലല്ലോ. അതിനുവേണ്ടി ഏജൻസിയോട് പറഞ്ഞിട്ടുമില്ല, ആരോടെ കണക്ട് ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിലുള്ള ബോധ്യങ്ങളിൽ ആണ് ഇവൻ ജീവിക്കണത്. നിങ്ങൾ ഇന്ന് ചിന്തിക്കേ, മുകളിൽ പൂവും താഴെ വേറിയില്ലാത്ത ഒരു ആശയം മാത്രമാണ് ഈ മനുഷ്യൻ. ദൈവം ഈ മനുഷ്യൻ നയിക്കുന്ന രീതികൾ നോക്കണം. ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം കളങ്കമില്ലാത്താണെങ്കിൽ ദൈവം റെസ്പോണ്ട് ചെയ്യും. കളങ്കമില്ലാത്തൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കും, ഡ്യൂപ്ലിസിറ്റ് അല്ലാത്ത കളങ്കമില്ലാത്തൊരു വിശ്വാസം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, സഞ്ചരിക്കാത്ത ഒരു വിശ്വാസം, കളങ്കമില്ലാത്ത ഒരു വിശ്വാസം. അതായത് ഈ കളങ്കമുള്ള വിശ്വാസത്തിന് ഈശോ വിളിക്കുന്നത് ഹിപ്പോക്രസി എന്ന്. ദൈവത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നമ്മൾ ഉടമ്പടി ചിലപ്പോൾ 3 പുതുക്കി കാണും, ചിലപ്പോൾ നിങ്ങൾ സിൽവർ ഗ്രേയിൽ കാണും. പക്ഷെ നിങ്ങൾ ഹിപ്പോക്രറ്റാണെന്ന് നോക്കണം. നാഥാനിയലിനെ കണ്ടപ്പോൾ ഈശോ പറഞ്ഞ കമൻറ്റ് ഭയങ്കര ശക്തമാണ്. നാഥാനിയലിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവുമില്ല. അതാണ് അസസ്മെൻറ്റ്. ഇങ്ങനൊരു അസസ്മെൻ്റ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാര്യം ദൈവം വിലമതിക്കുന്ന ഒരു ക്യാരക്ടറാണത്. എന്താണ്? കളങ്കമില്ലാത്ത അവസ്ഥ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 1:47. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പൊ ഈ ദൈവത്തിനൊരു കുഴപ്പം പണ്ടുമുതലേ ഉള്ളത്, ഈ യഥാർത്ഥവും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ എപ്പോഴും തിരിക്കും. കർത്താവിൻ്റെ കയ്യിൽ എപ്പോഴും ഉള്ള ഒരു വീശുമുറാം അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? കർത്താവിന് മുമ്പ് വഴിയൊരുക്കാമെന്ന കക്ഷിയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് കർത്താവിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. കർത്താവ് ഇപ്പം ഞാൻ കാനഡയിൽ ചെന്നപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു അവിടെ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $, ഇത്ര $ഉണ്ട്, പിന്നെ ബാക്കിയുള്ള എന്തോ മരുന്നൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഡിക്ലെയർ ചെയ്ത്. ഇതുപോലെ കർത്താവ് വരുമ്പോൾ കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയാണ് യോഹന്നാനെ വിട്ടിരിക്കുന്നത്. അതിനകത്തൊരു സാധനം വീശുമുറവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ലൂക്കാ 3:17. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. കയ്യിലിരിപ്പ് പെസകാണെന്നാണ് ആദ്യം പറഞ്ഞത്.
വിഷുമുറം എന്നറിയാമല്ലോ, പേറ്റണ മുറാവും, പതിരും കതിരും തിരിക്കണം മുറ അവൻ്റെ കയ്യിലുണ്ടെന്നാണ്. അവൻ്റെ കയ്യിലുള്ള സാധനം ഡിക്ലെയർ ചെയ്യേണ്ടതാണ്. പൊട്ടന്മാരാരും ശ്രദ്ധിച്ചില്ലേ ശരിക്കും പറഞ്ഞാൽ. ആ വീശുമുറ ഉണ്ട്, വീശുമുറവ കയ്യിലും കണ്ട് ചിരവ് എന്തെങ്കിലും കയ്യിരിക്കട്ടെ, അതിന് എനിക്കെന്താണെന്നുള്ളതാണ് ഇത് വായിക്കണവന്മാർക്കുള്ള റെസ്പോൺസ്. വിഷുമുറവാ. ഒരാൾ വരുമ്പോൾ തന്നെ അത് ഹിപ്പോക്രസിയാണ് സത്യമാണ് എന്നുള്ളവരെ സ്കാൻ ചെയ്യും. ഇതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ആളും തരവും നോക്കാതെ കർത്താവിൻ്റെ അടുത്ത് വന്ന പച്ചപ്പകൽ പണിമേടിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും ഉഡായിപ്പുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് അനുദപിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം. വിഷുമുറ അവൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നാഥാനിയേൽ വന്നപ്പോൾ തന്നെ സ്കാൻ ചെയ്ത്. ഞാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇരുന്നപ്പോൾ എൻ്റെ കൂടെ വന്നത് എവിടെ മനോജ് അതിനുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയോ അടുത്തെവിടെയോ പോവുകയാണ്, ബാംഗ്ലൂർ എവിടെ പോവുകയാണ്. അപ്പോൾ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് എൻ്റെ ഡ്രൈവറെ ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഡ്രൈവറിനോട് അപ്പോൾ ഞങ്ങളവിടെ ഗാലറി ഇരിക്കരുന്ന്. അപ്പോൾ ഉടനെ ഇപ്പോൾ ഞാൻ എന്നാ സാറേ നിങ്ങളുടെ ബാഗ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് മനോജ് തപ്പി നോക്കണത്, പേഴ്സില്ല. പക്ഷേ അവിടെ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നിരുന്ന പോലീസുകാരൻ ഇവിടെ വന്ന് പേഴ്സ് എങ്ങനെ അവിടെ എവിടെയോ പോയതാണ്, അത് ഇയാളുടേതാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അവിടെ മുഴുവനും ക്യാമറയാ. നമ്മുടെ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരുത്തരാണ് ഇവിടെ ഇരുത്തുന്നത്. അങ്ങനെയല്ല, അവരെ പലരവിടെ ഇരിപ്പുണ്ട്. ഓരോ ക്യാമറയ്ക്കും 24 മണിക്കൂർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് പോണതും ഇവൻ തിരിച്ച് വന്ന് ഗാലറിയിൽ ഇരിക്കുന്നതും എല്ലാം അവരവിടെ റൂട്ട് ചെയ്തിട്ട് ഇവനെ വന്ന് പൊക്കി കൊണ്ട് സാധനം കൊണ്ടേ കൊടുത്തു. ഇതുപോലെ തന്നെ ഇത് മനുഷ്യന്മാർ പോലും ഇത്രയും സ്കാനിങ് ആണെങ്കിൽ ദൈവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഒരാൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും നഥാനിയേൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ ഇതൊരു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്ന് കണ്ടാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ? കമ്മ്യൂണിക്കേഷൻ, സന്ദർശനവും അതുപോലെ തന്നെ സംഭാഷണവും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഒരു റിസൾട്ടാണ്, ഒരു ഫീച്ചറാണ്. ഉടമ്പടിയുടെ ഫീച്ചറാണ്. മറ്റ് പ്രാർത്ഥനകൾക്ക് ഇല്ലാത്തതും സർവ്വസാധാരണമായ ഉടമ്പടി കണ്ടുവരുന്ന ഒരു സംഭവമാണ് സന്ദർശനവും സംഭാഷണവും. അപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങളെ സുഖപ്പെടാം, നിങ്ങളെ സന്ദർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര വെടിപ്പായിട്ട് കണ്ടിട്ടില്ലെന്ന് എൻ്റെ അടുത്താണ്. അതത് ഒറ്റടക്ക പോകാത്ത കേസാണ്. നിങ്ങൾക്ക് ചില 10 കൊല്ലമായിട്ട് മക്കളില്ലായിരിക്കും. 10 കൊല്ലമല്ല, ഇപ്പോൾ ഇന്നലെയും കണ്ടപ്പോൾ 9 കൊല്ലം 10 കൊല്ലമൊക്കെയാണ് കൃപാസനത്തിൽ മക്കളുടെ നോർമൽ സാക്ഷ്യങ്ങളെന്ന് പറയണത്. പക്ഷേ ഈ കക്ഷികൾ ആരെങ്കിലും കർത്താവിനെ കണ്ടോ? കണ്ടിട്ടില്ല. എന്താ കാര്യം? കാണാൻ സമയമായിട്ടില്ല. സന്ദർശനവും സംഭാഷണവും വേറെ ഒരു സബ്ജക്റ്റാണ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് വെടിപ്പ് വേണം. ഉടമ്പടി നമ്മളെ വെടിപ്പിലേക്ക് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ എന്താണ് യഥാർത്ഥം എന്ന് പറയാൻ കാര്യം എന്താണ്? ഈശോ അപ്പം തന്നെയും മനുഷ്യന്മാർ രണ്ടായിട്ട് തിരിക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റും യഥാർത്ഥവും. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലേ. ഒരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ പറയും, ഈശോ പറയും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയും. ക്രിസ്ത്യനാണ് പക്ഷെ കുന്നംകുളം സെറ്റാണെന്ന് പറയും. പണ്ട് കുന്നംകുളം സെറ്റ് തമ്മിൽ സാധനം ഉണ്ടായിരുന്നു. റേഡിയോ, TV എന്തെല്ലാം ഉണ്ടാക്കിയാലും ശരി, എന്താണ് കുന്നംകുളംകാർ വേറൊരു സാധനം ഉണ്ടാക്കും അവിടെ. അവരാണല്ലേ കേരളത്തിലെ ബിസിനസ്സുകാർ ആദ്യത്തെ. അപ്പം അതുകൊണ്ട് എല്ലാ സാധനവും അവരുണ്ടാക്കും, ഉണ്ടാക്കുകയും ചെയ്യും, വിൽക്കുകയും ചെയ്യും. പണ്ട് ഫിലിപ്സ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിപ്സ് റേഡിയോയുടെ ഡിസൈൻ മാറ്റിയാൽ കുന്നംകുളംകാരും മാറ്റും. അപ്പോൾ കുന്നംകുളം ഇപ്പോൾ ചൈനീസ് സെറ്റ് അതൊക്കെ ഇന്ന് നമ്മൾ വിളിച്ചു പറയത്തില്ല, അതുപോലെ ഒരു ബ്രാൻഡായിരുന്നു പണ്ട് കുന്നംകുളം സെറ്റിനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേൽ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ ഇസ്രയേലിൻ്റെ ഫീച്ചർ എന്താണ്? ഇവനിൽ ഹീസ് നോട്ട് ഹിപ്പോക്രാറ്റ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കത്തില്ല. മോശം ടൈം വന്നാലും യേശു തന്നെ കർത്താവ്. നല്ല കാലത്ത് യേശു കർത്താവും,
മോശം ടൈം വരുമ്പോൾ പ്രാർത്ഥനയും ഇല്ല, പള്ളിപ്പോക്കും ഇല്ല, പത്രം കൊടുപ്പലുമില്ല, ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇപ്പം എന്തു പറഞ്ഞാലും ചെയ്യാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ. അപ്പോൾ ആളാണെങ്കിൽ മഠത്തിലൊക്കെ പഠിച്ചതായതുകൊണ്ട് കൊന്ത ചെല്ലാനൊക്കെ അറിയായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വഴി ഇവിടെ ഉടമ്പടി എടുത്ത ഒരു ചേച്ചി വഴി തന്നെ തൈലം അവിടെ എത്തിക്കാൻ പറ്റി. അപ്പോൾ ഉണ്ണീനെ തേക്കാൻ അവർ ഡോക്ടേഴ്സ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നെറ്റീമ തൈലം തേച്ച് പ്രാർത്ഥിച്ചാൽ മതി, മോൾക്ക് എന്തായാലും ഉണ്ണിക്ക് സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 99% പോലും ഹോപ്പില്ലാതിരുന്ന ഒരു കേസായിരുന്നു. എന്നിട്ട് ആ ചേച്ചി എന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് പെട്ടെന്നാണ് മാറ്റങ്ങൾ വന്നത്. ഇപ്പോൾ തന്നെ ശ്വസിക്കാൻ തുടങ്ങി, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി സ്വയം ശ്വസിക്കുന്നുണ്ട്. ഉണ്ണിക്ക് ഒരു 80% നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി റിക്കവറായി വരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നൽകിയ സ്വർഗസ്ഥനായ പിതാവിനും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് രാഖി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2020 എൻ്റെ കസിൻ വഴിയാണ് ഞാനിത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ MCOM പാസ് ഔട്ടായി കഴിഞ്ഞ് 2 years എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പുറത്ത് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയൊക്കെ വന്നു. അത് കഴിഞ്ഞ് എൻ്റെ പുറത്ത് പോകുന്ന അറ്റംപ്റ്റൊക്കെ ഫെയിലിയറായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഈ 2020 ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതായത് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു പ്രാർത്ഥന മാത്രം മതിയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പം ഒന്നുകൂടെ എനിക്ക് എൻ്റെ കാര്യത്തിൽ പ്രോഗ്രസ് വന്നു. മാതാവ് തന്നെ എനിക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കാനഡയുടെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയാണ്. അതെല്ലാം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് IELTS ആണല്ലോ. അപ്പോൾ IELTSന് വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ വന്ന് ഞാനിവിടെ അമ്മയ്ക്ക് മുന്നിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. പക്ഷേ IELTS എനിക്ക് ഭയങ്കര പാടൊക്കെ ആയിരുന്നു. 3 മൊഡ്യൂൾസ് എല്ലാം ഭയങ്കര പാടായിരുന്നു. ഞാൻ വിചാരിച്ച് കിട്ടത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാക്കി തന്നു. ഞാൻ അത് കഴിഞ്ഞ ഉടനെ ഇവിടെ വന്നായിരുന്നു. ഞാൻ സാക്ഷി എഴുതി കൊടുത്തേക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്രോസസ്സ് കോളേജിലേക്ക് അപ്ലൈ ചെയ്യുകയായിരുന്നു. കോളേജിലും അപ്ലൈ ചെയ്തു. ഒരു 3-4 വീക്സിനുള്ളിൽ തന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററാണ് എനിക്ക് ആദ്യം തന്നെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫീസിൻ്റെ കാര്യമാണെങ്കിലും ബയോമെട്രിക്സ് ആണെങ്കിലും പിന്നെ തുടർന്നുള്ള വിസ സബ്മിഷൻ വരെ എല്ലാം കറക്റ്റായിട്ട് ഭംഗിയായിട്ട് രീതി നടന്നു. പിന്നെ വിസ സബ്മിറ്റ് ചെയ്തു. November 15 ആയപ്പം വിസയുടെ ഡിസിഷൻ വന്നു. അത് റിജക്ഷൻ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും റിജക്ഷൻ വന്നല്ലോ. പക്ഷേ എന്നാലും ഞാനും ഞങ്ങളെല്ലാവരും ഒന്നുകൂടെ അമ്മയിലും ഈശോയിലും മുറുകെ പിടിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളും ബൈബിൾ വായനയൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര സ്ട്രോങ് ആക്കി. ജപമാല അറിയത്തില്ലായിരുന്നു. പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചു. അങ്ങനെ എല്ലാം സ്ട്രോങ് ആക്കി. രോഗികളെ സന്ദർശനമാണെങ്കിലും ഈ ഫുഡുണ്ടാക്കി വഴിയരികത്തിരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി. അതെല്ലാം സ്ട്രോങ് ആയിട്ട് നടന്നു. എന്നിട്ട് ഞാൻ ഒരു ഡേറ്റ് ഇട്ടു മാതാവിനോട്. എനിക്ക് December 9 എനിക്ക് എൻ്റെ വിസ അപ്രൂവൽ ലെറ്റർ എനിക്ക് മാതാവ് തരണം എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് January 9 ആകുമ്പം ക്ലാസ് തുടങ്ങും. അങ്ങനെ അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഡേ ഇതുപോലെ വന്ന് അമ്മയുടെ മുന്നിൽ വന്ന് ആദ്യമേ വന്ന് പറയത്തുള്ളൂ, എന്നിട്ടേ ബാക്കിയുള്ളവരോടൊക്കെ പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ കാനഡയുടെ അവിടെ 9th ആയപ്പം എനിക്ക് വിസ അപ്രൂവൽ ലെറ്റർ കിട്ടി. ഞാൻ നാളെ ടിക്കറ്റ് എടുക്കും. 3rd പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും നല്ല തലവേദനയായിരുന്നു. ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴും ഈ വെയിലൊക്കെ അടിക്കുമ്പോഴും നല്ല തലവേദനയായിരുന്നു. പിന്നെ വൈകിട്ട് വന്നാൽ ടാബ്ലറ്റ് കഴിക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ തലവേദന എനിക്കിപ്പോൾ ഇല്ല.
പിന്നെ അമ്മയ്ക്കാണെങ്കിലും മുട്ടുവേദന ഏകദേശം ഒരു 30 വർഷത്തോളമായി. അമ്മയുടെ കാലിന് നല്ല വേദനയൊക്കെ ആയിരുന്നു, നീരൊക്കെ ഉണ്ടായിരുന്നു, മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി തൈലം എന്ന് തേച്ച് തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് അമ്മയുടെ മുട്ടിൻ്റെ വേദനയൊക്കെ കുറവുണ്ട്. ഇപ്പം കാലൊക്കെ മടക്കാനൊക്കെ പറ്റും. പിന്നെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു വട്ടം വോമിറ്റിങ് വന്നപ്പോഴും ചെസ്റ്റിൽ എന്തോ ഇരിക്കുന്ന പോലെ തോന്നി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ ECG എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വേരിയേഷൻ വന്നപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തു. അപ്പം അമ്മ പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി ജോർജ്. ഞാൻ എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 2018 ആദ്യമായിട്ടാണ് എനിക്ക് കൃപാസന പത്രം കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. കൃപാസന പത്രം എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പത്രം വായിച്ചു. ആ പത്രത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ കണ്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് കൊടുത്തു. അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്രകാരം തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു. അതിൽ ആദ്യത്തെ നിയോഗമായ എൻ്റെ മോൾക്ക് പഠിത്തത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അതുപ്രകാരം അവൾക്ക് BTechന് ഒരു സെമസ്റ്ററിൽ 1 സപ്ലി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ റീവാലുവേഷന് കൊടുത്തോളം പറഞ്ഞു. അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനത് എഴുതുന്നില്ല, ഞാൻ വീണ്ടും സപ്ലി എഴുതിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ എന്തായാലും റീവാലുവേഷന് കൊടുത്തോ, ബാക്കി കാര്യങ്ങളൊന്നും നീ അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതുപ്രകാരം അവൾ മനസ്സോടെ റീവാലുവേഷന് കൊടുത്തു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൾ റീവാലുവേഷനിൽ പാസ്സാകുമെന്ന്. അവൾ റീവാലുവേഷനിൽ പാസ്സായി. അവൾക്ക് സപ്ലി ഇല്ലാതെ തന്നെ അവൾ BTech പാസ്സായി. അതുപോലെ തന്നെ അവൾ വീണ്ടും MBAക്ക് ചേർന്നു. MBAക്ക് ചേർന്നപ്പോഴും അവളുടെ 3 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു. ആ 3 സെമസ്റ്ററിലും അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സായി. ഇനി 1 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുണ്ട്. അതും നല്ല റിസൾട്ട് അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ 12 വർഷത്തോളം ഞാൻ വിൽക്കുവാൻ ആഗ്രഹിച്ച എൻ്റെ വീടും സ്ഥലവും, വീട്ടിലേക്ക് പോകാനുള്ള ചെറിയ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വിൽക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു ആ സ്ഥലം വീടും വിൽക്കുവാനായിട്ട്. വിറ്റ് കഴിഞ്ഞാൽ പുതിയ വീട് വാങ്ങാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റ കാശ് എങ്ങനെയെങ്കിലും ചിലവായി പോകുമോ എന്നുള്ള പേടിയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. ഈ 12 വർഷക്കാലം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെന്നറിയില്ല ഒരു ധൈര്യം വന്നു. ഉടമ്പടി എടുത്ത് ഒരു 1 അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലം വിൽക്കുവാനും അതിനേക്കാളും നല്ല സൗകര്യങ്ങളോട് കൂടിയ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വിൽക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ വീടും വിൽക്കുവാൻ സാധിച്ചു. അതിന് ശേഷം അതിൻ്റെ ആധാരം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോരോ പേപ്പറുകൾ ശരിയാക്കുമ്പോഴും വീണ്ടും ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നപ്പോൾ ആ നിയോഗവും കൂടെ ഞാൻ വെച്ചു. എത്രയും വേഗം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൂടെ ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി വെച്ചിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ ആധാരവും നടന്നു. പിന്നീട് 2022 ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ കയറാൻ സാധിക്കാതെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ജോലിയിലാണ് എൻ്റെ വീട്ടിലുള്ള ഏക വരുമാന മാർഗം. എൻ്റെ മോള് പഠിക്കുകയാണ്. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ശരിക്കും ഒത്തിരി സങ്കടം വന്നു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. കുറേ നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി ഞാൻ വീട്ടിൽ പോയി. പിന്നത്തെ ആഴ്ചയും ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി. ഈ 2 ആഴ്ചയും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചു, പക്ഷെ കാണാൻ സാധിച്ചില്ല. പിന്നീട് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി സിസ്റ്റർ-ഇൻ-ലോയുടെ കൂടെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്ന് പിറ്റേ ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്ന 1000 അനുഗ്രഹങ്ങൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിതിയ ജോഷി. ഞാൻ വരുന്നത് മുട്ടുചിറ കോട്ടയത്ത് നിന്നാണ്.
ഞാനിവിടെ മെയ് മാസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്, ഈ വർഷം തന്നെ. അപ്പം എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പോൾ എനിക്ക് OET എക്സാം എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി വിദേശത്ത് ചെല്ലുക എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ എക്സാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എനിക്ക് റീഡിങ്ങിന് സ്കോർ കിട്ടിയില്ല, C ആയിപ്പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ റീഡിംഗ് ഒന്ന് എനിക്കിത് കയറ്റി തരണമേ എന്ന്. എനിക്ക് റീഡിങ് കയറ്റി തന്നു. എനിക്ക് 350 മാർക്ക് റീഡിങ് കിട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ലിസണിങ് കിട്ടിയില്ല. ഞാൻ വീണ്ടും വന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ എനിക്ക് ലിസണിങ് എങ്കിലും ഒന്ന് കയറ്റി തരണേന്ന്. അമ്മ എനിക്ക് ലിസണിങ്ങും തന്നു. പക്ഷേ എനിക്കപ്പം സ്പീക്കിങ് വീണ്ടും പോയി.